ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് സബ്ജക്റ്റ് ആയിട്ടാണ്. നമുക്കറിയാം, എല്ലാവരും ബി ടെക്കിന് +2 കഴിഞ്ഞ് കുട്ടികൾ ബി ടെക്കിൻ്റെ പ്രോസസ്സിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഏത് ബ്രാഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കൃത്യമായിട്ടുണ്ടാവില്ല പലർക്കും. നമ്മൾ ആദ്യം സ്വയം വിലയിരുത്തണം. ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ പലതിലും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാനവിടെ പലർക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത, അതായത് ബി ടെക്കിൻ്റെ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 ക്ലാസ് എടുക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ പലരും അവർ പ്രിപ്പയർഡ് അല്ല. അവരെടുത്ത ബ്രാഞ്ചിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ 2 ബ്രാഞ്ചിലുള്ള കുട്ടികളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മെക്കാനിക്കൽ അവർ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, എനിക്ക് മെക്കാനിക്കൽ ആവണം, പിന്നെ അവർക്ക് മെക്കാനിക്കൽ ആയിട്ട് എടുക്കാം. സിവിൽ എഞ്ചിനീയറിങ് സിവിലായിട്ട് അവർ ഓൾറെഡി ഡിസൈഡ് ആയിട്ടുണ്ടായിരിക്കും, അവർ അത് ചൂസ് ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് കമ്പ്യൂട്ടർ സയൻസിലും ആണ്. അതായത് എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം എന്ന് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പിന്നീടാണ് എന്തുകൊണ്ട് ഈസി എടുത്തില്ല, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തില്ല, അങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ വരും. എല്ലാവർക്കും വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ എപ്പോഴും കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ കോളേജുകളിലും പെട്ടെന്ന് ഫില്ലാവും. അത് മാനേജ്മെന്റ് ആയാലും ഇനി നല്ല ഹൈ മറ്റേ മാർക്ക് കിട്ടിയാൽ മാത്രം തന്നെയാണ് നല്ല നല്ല കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് എല്ലാവരും കുട്ടികളോടും പറയാം, നിങ്ങളെല്ലാവരും ബ്രില്യൻ്റ് ആണ്. ആരും പീനട്ട് അല്ല, എല്ലാവരും ബദാം തന്നെയാണ്. നമ്മളത് എങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് എപ്പോഴും ഈസി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഈസി കുറച്ച് ടഫാണ്. നമ്മൾ കമ്പയർഡ് ടു കമ്പ്യൂട്ടർ സയൻസ്, ഈസി ഈസ് ഓൾവേസ് ടഫ്, ദർ ഇസ് നോ ഡൗട്ട്. പക്ഷേ ഈസി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഈസി എടുത്ത ആൾക്ക് അദ്ദേഹത്തിന് ഇലക്ട്രോണിക്സിൽ പോവാം, എംബഡഡ് ടെക്നോളജി പോവാം, അദ്ദേഹത്തിന് അസംബ്ലി ലാംഗ്വേജിൽ പോവാം, ഹാർഡ്വെയറിൽ പോവാം, ഡിജിറ്റൽ അനലോഗ് എല്ലാ മേഖലയിലേക്ക് അവർക്ക് പോവാം. എന്നാൽ ഒരു കമ്പ്യൂട്ടർ സയൻസുകാരൻ അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാത്രമായിരിക്കും. ഈസിക്കാരന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും പോവാം. അപ്പോൾ ഈസി എടുക്കുന്ന ബ്രാഞ്ച് എടുക്കുന്ന ആളുടെ അദ്ദേഹത്തിന്റെ വഴി എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. പക്ഷെ പഠിക്കാൻ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ബുദ്ധിമുട്ടാണ്. പഠിക്കുന്നവർക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, പഠിക്കാത്തവർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ശരി, കാരണം ഞാൻ പറഞ്ഞില്ലേ, ആരും പീനട്ടല്ല, എല്ലാവരും ബദാം തന്നെയാണ്. നമ്മളത് ഈ ഒരു ബ്രാഞ്ച് എടുക്കുന്ന കുട്ടികൾ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ഈസിയിൽ പോകും, അങ്ങനെയാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഈസിയിൽ കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പോവുക വേണ്ട. കാരണം ഒരു ഈസിക്കാരന് എല്ലാം ചേരും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലുള്ള അതിൻ്റെ സോഫ്റ്റ് ഡെവലപ്മെന്റിന് പോവാം, എംബഡഡ് ടെക്നോളജി പോവാം, അസംബ്ലി ലാംഗ്വേജ് പോവാം, ഡിജിറ്റൽ അനലോഗ് എല്ലാ തലക്കിലും, എല്ലാ മേഖലയിലും, ഹാർഡ്വെയർ എല്ലാ മേഖലയിലും പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എപ്പോഴും ഈസി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച ഇത്രയും +2 വരെ, നമ്മൾ 10ാം ക്ലാസ്സും +2 എല്ലാം നമ്മുടെ പാരൻസ് നമ്മളെ പുഷ് ചെയ്ത്, ചില കുട്ടികൾക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മളിപ്പോൾ ഉപരി നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ കുട്ടികൾ പഠിക്കുക. പാരൻസിനും നമുക്കും എല്ലാവർക്കും വേണ്ടി, കോളേജിനും സ്കൂളിനും എല്ലാം വേണ്ടി. പക്ഷെ ബിടെക്കിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളുടെ കരിയർ ഫോക്കസാണ്, യാതൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ പാരൻസിനും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതം ഇതുവരെ പഠിച്ചത് നിങ്ങൾ കുറേയൊക്കെ പാരൻസിനും സ്കൂളിലും നിങ്ങൾക്കുമായിട്ടാണ്. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് പാരൻസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സെമിസ്റ്ററും പാസ്സാവാൻ നോക്കുക. SGPA CGPA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ കൂടിയും ഒരുപാട് SGPA CGPA കിട്ടിയില്ലെങ്കിലും കൂടി മിനിമം പാസ്സാവാൻ നോക്കുക. കാരണം നമുക്കറിയാം, ഏകദേശം ഒരു വർഷത്തിൽ ബിടെക്കിന് ഒരു 15 ലക്ഷത്തിൽ പരം കുട്ടികൾ ഇന്ത്യയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് ബിടെക്കിന്. അതിൽ 20-25
95% മാത്രമേ പാസ്സാവുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50-51% മാത്രമേ ഉള്ളൂ പാസിങ്. അപ്പോൾ എത്ര ആലോചിച്ചു, 50%, ഓൾമോസ്റ്റ് 49-50% തോൽവിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് തരുന്ന ആദ്യത്തെ ടിപ്പാണ്, നമ്മൾ സെമസ്റ്റർ 1 മുതൽ സെമസ്റ്റർ 8 വരെ പാസ്സാവാൻ നോക്കുക. ചില കുട്ടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയ കുട്ടികളുണ്ടായിരിക്കും, അവർക്ക് 5-10 സെമസ്റ്ററൊക്കെ ഒരുമിച്ച് എഴുതി 5-10 പേപ്പറൊക്കെ ഒരുമിച്ച് എടുക്കാനുള്ള ഇതുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ശരി, അതൊക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ സെമസ്റ്ററും എല്ലാ പേപ്പറുകളും പാസ്സാവും. മിനിമം മാർക്ക് കിട്ടിയതിന് കുഴപ്പമില്ല. നല്ല മാർക്ക് കിട്ടി, നല്ല GPA കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, 9-10 കിട്ടിക്കഴിഞ്ഞാൽ ദ ബെസ്റ്റ്. പക്ഷെ മിനിമം തോൽവി ഒരിക്കലും മുന്നിൽ കാണാതെ പഠിക്കുക, അതാണ് വേണ്ടത്. അതേപോലെ ഒരു ടിപ്പ് കൂടി എനിക്ക് പറയാനുള്ളത്, പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിലുള്ള കുട്ടികൾ പ്രൊജക്റ്റ്, ഇപ്പം ഞാൻ കൂടുതലും കോളേജുകളിൽ കണ്ടത്, ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള, ഞാൻ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായിട്ട് പഠിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുള്ള, അവർ പ്രൊജക്റ്റുകളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. സാധാരണ അതൊരു അവർ പറയുന്ന ഒരു കാരണം എന്താ വെച്ചാൽ സമയം കിട്ടുന്നില്ല, 8ാം സെമസ്റ്ററായി, 7ാം സെമസ്റ്ററായി, 6ാം സെമസ്റ്റർ തൊട്ട് തുടങ്ങുക ആ പ്രൊജക്റ്റിന് 2-3 പേര് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്ത് ആ പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ്. പിന്നെ കൂടുതൽ, അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സോഫ്റ്റ്വെയറിലുള്ളവർക്കാണ് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ എൻ്റെ അടുത്ത ഒരു എൻ്റെ ഒരു ഈ ക്ലാസ്സിൽ ഞാൻ മറ്റുള്ള കുറേ ടിപ്സുകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എന്നെ കേട്ടതിന് വളരെയധികം നന്ദി.